ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. അരുവിക്കര ചെറ്റച്ചൽ സമരഭൂമിയിലെ ഭവനരഹിതരായ 18 കുടുംബങ്ങൾക്കുള്ള വീടിന്റെ തറക്കല്ലിടൽ മന്ത്രി OR കേളു നിർവഹിച്ചു. ജി സ്റ്റീഫൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തദ്ദേശീയ ജനതയുടെ സഹകരണ നിർമ്മാണ പ്രസ്ഥാനമായ കുളത്തൂപ്പുഴ ഗോത്രജീവിക സംഘമാണ് വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. 6 ലക്ഷം രൂപ ഓരോ വീടിനും ചെലവിടും. പ്രത്യേക അനുമതി നേടിയാണ് ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുന്നത്. 1,08,00,000 രൂപയാണ് ഇതിനായി ചെലവിടുന്നത്. സംസ്ഥാന റവന്യൂ, സർവേ, ഭൂരേഖാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ 4 ദിവസം നീണ്ട ഡിജിറ്റൽ റീസർവേ ഭൂമി ദേശീയ കോൺക്ലേവ് തിരുവനന്തപുരത്ത് നടന്നു. മന്ത്രി കെ രാജൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 120ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. 6 ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ ഹിമാചൽ റവന്യൂ മന്ത്രിയടക്കമുള്ള പ്രതിനിധി സംഘങ്ങൾ സന്ദർശിച്ചു. കേരള ക്യാൻസർ കോൺക്ലേവ് 2025 തിരുവനന്തപുരത്ത് നടന്നു. സ്പീക്കർ AN ഷംസീർ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. പത്മഭൂഷൺ ഡോക്ടർ സുരേഷ് H. അദ്വാനി ചടങ്ങിൽ മുഖ്യാതിഥിയായി. അസോസിയേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് ഓഫ് കേരളയുടെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചത്. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി 200-ലധികം അർബുദ രോഗ ചികിത്സാ വിദഗ്ധർ 2 ദിവസം നീണ്ട കോൺക്ലേവിൽ പങ്കെടുത്തു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ജില്ലാതല നിയന്ത്രണ സമിതി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ജില്ലാ കളക്ടർ അനുകുമാരിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിനും ഓരോ മാസവും കൃത്യമായ വിലയിരുത്തൽ നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി. തിരുവനന്തപുരം ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. ADM വിനീത് TK അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെയും വാമനപുരം, വർക്കല, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെയും വിവിധ പദ്ധതികളുടെയും നിലവിലെ സ്ഥിതിയും പുരോഗതിയും യോഗം വിലയിരുത്തി. പാളയം മാർക്കറ്റ് നവീകരണ പ്രവർത്തനങ്ങളുടെ നിലവിലെ പുരോഗതിയും യോഗം വിലയിരുത്തി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച വിതുര ഗ്രാമപഞ്ചായത്തിലെ ശാസ്താംകാവ് ഖാദി നെയ്ത്ത് കേന്ദ്രം തുറന്നു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ നവീകരിച്ച നെയ്ത്ത് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഖാദി നെയ്ത്ത് പരിശീലനത്തിന്റെ ഉദ്ഘാടനം ജി സ്റ്റീഫൻ MLA നിർവഹിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ 2022-23 പദ്ധതി വിഹിതമായ 93 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നെയ്ത്ത് കേന്ദ്രം നവീകരിച്ചത്. 25ഓളം നെയ്ത്ത് തൊഴിലാളികൾക്ക് ഇതിലൂടെ തൊഴിൽ ലഭിക്കും. അസാപ് കേരളയുടെ വിഴിഞ്ഞത്തുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് 1 വർഷം പൂർത്തിയാക്കി. 1ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സ്കിൽ എക്സ്പോ M. വിൻസെന്റ് MLA ഉദ്ഘാടനം ചെയ്തു. ഫിറ്റ്നസ് ട്രെയിനർ, ഹെയർ സ്റ്റൈലിസ്റ്റ്, സ്റ്റിച്ചിങ്, അഡ്വാൻസ്ഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിൽ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്ക് MLA സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി ഉപയോഗത്തിനെതിരായ കർമ്മപദ്ധതിയായ ബോധപൂർണിമയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. ലഹരിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തുടക്കം കുറിച്ച ബോധപൂർണിമ പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനത്തെ കലാലയങ്ങളിൽ വിവിധ കർമ്മ പരിപാടികളാണ് ഇതിന് തുടർച്ചയായി ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.